ഈ ഗ്രാൻഡ് മുഫ്തി എന്നുള്ളത് തന്നെ വേറൊരു വ്യാജാണ്. ബറേൽവി ഷെരീഫിലുള്ള അഖ്തർ റസാ ഖാൻ അദ്ദേഹം 2018 വഫാത്താകുന്നു. മുഫ്തി ആലമെ ഹിന്ദ്, ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്നുള്ള പദവിയിൽ മുമ്പേ അറിയപ്പെട്ടു പോരുന്നതാണ്. 2018 നമ്മൾക്കറിയില്ലേ, നമ്മുടെ പുണ്യ പതാക നമ്മൾക്ക് നേരിട്ട് നൽകിയ ആ മഹാൻ 2018 അവർ വഫാത്തായപ്പോൾ ഇവരുടെ ചില ശിങ്കിടികൾ അവിടെ ഡൽഹി ഭാഗത്തൊക്കെ യോഗം കൂടിയിട്ട് ആ പോസ്റ്റ് നോക്കിയിട്ട് ഇദ്ദേഹത്തെ അവിടെ കൊണ്ടുപോയി തലയെക്കെട്ടും കെട്ടിയിട്ട് ഇതാ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി. അതിൻ്റെ പേരിൽ അവിടെയും ഭിന്നിപ്പായി. ഇവരിടപെട്ടോടുകൂടി ഇപ്പം നിമിഷപ്രിയൻ്റെ കമ്മിറ്റി അത് രണ്ടായി, ഒക്കെ വക്കാണത്തിലാണ്. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്നുള്ള പദവി അങ്ങനെ ഉണ്ടാക്കിയതാണ്. എന്തോ ആവട്ടെ, എന്നിട്ട് സ്ക്രീനിലൊക്കെ അത് കാണണം. ആരാണിവർ? കുത്തുബുൽ ആലം ശൈഖുന മടവൂര്. ശൈഖുന മടവൂരിനെ കുത്തുബുൽ ആലം എന്ന് പറയുമ്പോൾ ആ പദപ്രയോഗം ഇല്ലായ്മ ചെയ്യണം. അതിനങ്ങനെ പൊന്തിച്ചു കൊണ്ടുവരേണ്ടതില്ല എന്ന് പറഞ്ഞ് നമ്മളെ നാട്ടിൽ പ്രസംഗിക്കുന്നവർ മഹാന്മാരുടെ സ്ഥാനപ്പേര് ഇവർക്ക് കണ്ടുകൂടാ. ശൈഖുന മടവൂരുമായി ബന്ധപ്പെട്ട സ്ഥാനപ്പേര് പറയുമ്പോൾ പ്രശ്നം. ഇവരുടെ സ്ഥാനപ്പേര് ഇവരുണ്ടാക്കി കൂട്ടിയത് എങ്ങനെയും പൊലിപ്പിച്ച് കാണിക്കാം. ഈ രൂപത്തിൽ ഓരോ വിഷയങ്ങളിലും വളരെ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ, തട്ടിപ്പുകൾ. ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എത്ര വഷളത്തരം വരും, ഓരോ ദിവസവും വരില്ലേ. അവർ തന്നെ വ്യക്തമായി പറഞ്ഞല്ലേ, വിദേശകാര്യ മന്ത്രി വരെ പറഞ്ഞു അവരതിൻ്റെതായിട്ടുള്ള റൂട്ടുകൾ നീക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ജനങ്ങളുടെ ഇടയിൽ അതാണല്ലോ ഉണ്ടായത്. കണ്ടോ കാന്തപുരം ഉസ്താദിൻ്റെ ദറജ, ഇവർ ചെയ്ത് കൂട്ടിയത് വല്ലാത്തൊരു അത്ഭുതമാണ്. ഒരു ചങ്ങായി എനിക്കൊക്കെ പ്രൈവറ്റായി വിട്ടിരാണ്, മീഡിയകളിൽ കാന്തപുരം നിറഞ്ഞു നിൽക്കുന്നു. എന്താ, ഓരോ വാർത്തയിലുണ്ടാവും 24 കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ, അത് കഴിഞ്ഞ് ഏഷ്യാനെറ്റ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. ഇതിലൊക്കെ ഈ നിമിഷപ്രിയില്ലേ? അല്ല, അതിലൊക്കെ ഇപ്പം ഈ തോന്നിയാസം ചെയ്ത ഈ പെണ്ണുമില്ലേ? മീഡിയകളിൽ ഒരാളെ പേര് വരാൻ എല്ലാ ദിവസവും ആരൊക്കെ വരുന്നുണ്ട്? അതുകൊണ്ടാണോ ദറജ?